പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്ക് കഴിഞ്ഞ ദിവസം വായന ആരംഭിച്ച ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വളായിഫ് റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റമളാനിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ അല്ലെങ്കിൽ റമളാനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ആണ് നമ്മൾ വായിച്ചത്. അതിലൊന്നാമത്തേത് ആമുഖമായി റമളാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തേത് അഥവാ മജ്ലിസുൽ അവ്വൽ എന്ന് കൊടുത്തിട്ടുള്ള ഫി ഫദ്ലി സിയാം, നോമ്പിൻ്റെ ഫദ്ലിനെ പറ്റി പറയുന്നിടത്ത് അതിൽ പ്രത്യേകമായി ഹദീസിൽ വന്ന ഫഇന്നഹു ലീ എന്ന വാക്ക്, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നോമ്പ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിച്ച ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിലൊന്നാമത്തെ അർത്ഥം അല്ലെങ്കിൽ ആ ആശയം വരാനുള്ള കാരണമായി പറഞ്ഞത്, നോമ്പിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ ഒഴിവാക്കുന്നു, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നില്ല, അത് ഒഴിവാക്കലാണ്. വേറൊരു ഇബാദത്തിനും അങ്ങനെ അനുവദിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായി വന്നിട്ടില്ല, അതുകൊണ്ടാണ് ആ പ്രത്യേകത എന്ന് പറഞ്ഞു. എന്നിട്ട് ഇഹ്റാമിൻ്റെയും അതുപോലെ ഇഅ്തികാഫിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. അതിലെന്തെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ കൂടി അതെന്തല്ല, അത് ഒരു നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിസ്കാരത്തിൻ്റെ സമയത്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും ഭക്ഷണമോ അതുപോലെ തന്നെ വെള്ളമോ ഒന്നും കുടിക്കാനുള്ള അതല്ലെങ്കിൽ അത് ഒഴിവാക്കിയെന്ന് നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് തോന്നില്ല. ഒരാൾ നിസ്കരിച്ചു, ഒരു 5 മിനിറ്റ് നിസ്കരിച്ചു, 10 മിനിറ്റ് നിസ്കരിച്ചു, ഞാൻ അത്ര നേരം ഭക്ഷണം കഴിച്ചില്ലല്ലോ, വെള്ളം കുടിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ ആർക്കുണ്ടാവില്ല, നിസ്കരിച്ച ആൾക്കുണ്ടാവില്ല. പക്ഷെ നോമ്പുകാരന് ആ 2 ആഗ്രഹങ്ങളും ഉണ്ടായിട്ടും അത് ഒഴിവാക്കിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവനുണ്ടാകും. അതിനെ തുടർന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നു, ഫഇദാ ഇശ്തദ്ദ തൗഖാനു നഫ്സി ഇലാ മാ തശ്തഹീഹ് മഅ ഖുദ്റതിഹാ അലൈഹി ثم തറക്കത്ഹു ലില്ലാഹി അസ്സ വജൽ. ഓരോ വ്യക്തിയും അവന് ഈ 2 കാര്യങ്ങളോട് അഥവാ ഭക്ഷണങ്ങളോടും പാനീയങ്ങളോടുമുള്ള താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ട്, അവനത് ആഗ്രഹിക്കുന്നുണ്ട്, അവനത് കുടിക്കുകയും കഴിക്കുകയും ചെയ്യുക, അതിനുള്ള ഖുദ്റത്ത് അവനതിലുണ്ട്. പക്ഷെ എന്നിട്ടും ഒരാൾ അത് ഒഴിവാക്കുന്നു എന്നുള്ളത് ഫീ മൗദിഇൻ ലാ യത്തലിഉ അലൈഹി ഇല്ലല്ലാഹ്, അവൻ ഏതൊരു അവസ്ഥയിലാണ് അത് ഒഴിവാക്കുന്നത്, അള്ളാഹു അല്ലാതെ മറ്റൊരാളും കാണുന്നില്ല എന്നുള്ള ബോധത്തിൽ. കാരണം നോമ്പിന് ഒരാൾക്ക് ആരും കാണാതെ രഹസ്യമായിട്ട് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഒക്കെ എന്തും ചെയ്യാം. പക്ഷേ അള്ളാഹു മാത്രമേ കാണുന്നുള്ളൂ എന്ന അവസ്ഥയിലായിട്ട് കൂടി അവൻ എന്ത് ചെയ്യുന്നു, അവന് എല്ലാം താല്പര്യമുണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും അത് ഒഴിവാക്കുന്നു. കാന ദാലിക ദലീലൻ അലാ സിഹത്തിൽ ഈമാൻ, അത് അവൻ്റെ ഈമാനിൻ്റെ സിഹത്തിന്, ശരിയായ ഈമാൻ അവനുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. ഫഇന്ന الصائم يعلم أن له ربا يطلع عليه في خلوته, കാരണം ഒരു സ്വായിമിന്, ഒരു നോമ്പുകാരൻ അറിയാം അവൻ്റെ രഹസ്യത്തിലും അവനെ നോക്കിക്കാണുന്ന ഒരു റബ്ബ് അവനുണ്ട്. വഖദ് ഹറമ അലൈഹി അൻ യതനാവല നഹ്യഹു ഖൗഫൻ മിൻ ഇഖാബിഹി വറഗ്ബതൻ ഫീ സവാബിഹി, ആ വിരോധിച്ച കാര്യങ്ങൾ എന്താണോ അത് കഴിക്കുക, ഭക്ഷിക്കുക, നേടുക എന്നുള്ളത് അല്ലാഹു തആല അവൻ്റെ മേലെ ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ള ബോധം അവനുണ്ട്. അവനത് അവൻ്റെ മേലെ ചെയ്യുന്നില്ല. എന്താ കാരണം? ഖൗഫൻ മിൻ ഇഖാബിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടും, വറഗ്ബതൻ ഫീ സവാബിഹി, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചും. ഫശക്കറല്ലാഹു ലഹു ദാലിക, ആ രീതിയിൽ അവൻ ചെയ്യുന്നത് കൊണ്ട്, ഒരു അടിമ ചെയ്യുന്നത് കൊണ്ട് ഷക്കൂറായ അള്ളാഹു തആല അവനോട് നന്ദി കാണിക്കുന്നു. അതാണ് അന അജ്സീബി എന്നുള്ളതിൻ്റെ ആശയം എന്ന് പറയാം. വഖ്തസ്സ ലിനഫ്സിഹി അമലഹു ഹാദാ മിൻ ബൈനി സായിരി അഅമാലിഹി, മറ്റുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്ത് ചെയ്യുന്നു, ആ നോമ്പിനെ അള്ളാഹുവിന് പ്രത്യേകമാക്കി പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ആ നോമ്പുകാരൻ ഈ കാര്യങ്ങളൊക്കെ തെളിയിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് നോമ്പ് അല്ലാഹു തആല അവനിലേക്ക് പ്രത്യേകമാക്കി പറഞ്ഞത്. വലിഹാദാ ഖാല ബഅദ ദാലിക്, അതുകൊണ്ടാണ് അതിനുശേഷം, അഥവാ ഏതിന്, ഹദീസ്, നമ്മൾ ഇന്നലെ വായിച്ച ഹദീസിൻ്റെ ഭാഗത്തിലുള്ള വാക്കാണ് പറയുന്നത്. അന അജ്സീബി എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞ വാക്കുണ്ട്, ഇന്നഹു തറക ശഹ്വതഹു വ തആമഹു വ ശറാബഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ് അവൻ ഭക്ഷണവും പാനീയങ്ങളും ഒഴിവാക്കിയത് എന്നുള്ളത്. ഇന്നഹു തറക ശഹ്വതഹു വ തആമഹു വ ശറാബഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ് അവൻ ഇതൊക്കെ ഒഴിവാക്കിയത്. ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാം, തൂബാ ലിമൻ തറക ശഹ്വതൻ ഹാദിറതൻ ലിമൗഇദി ഗൈബിൻ ലം യറഹു, തൂബ അവന് ആശംസ അല്ലെങ്കിൽ വലിയ നേട്ടം സ്വർഗമുണ്ട്. ആർക്ക്?
ഒരുവൻ അവൻ്റെ ഇച്ഛകളെ, അവൻ്റെ മുമ്പിൽ ഇപ്പോൾ കിട്ടുന്ന ഹാദിറായിട്ടുള്ള അവൻ്റെ ഇച്ഛകളെ അവൻ ഒഴിവാക്കുന്നു. ലിമൗഇദി ഗൈബിൻ ലം യറഹു, അവൻ കണ്ടിട്ടില്ലാത്ത അവന് വാഗ്ദാനം ചെയ്തിട്ടുള്ള, അദൃശ്യമായി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി എന്ന് പറയാം. അഥവാ ഇത് വലിയൊരു വിശ്വാസം തെളിയിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരു മുഅ്മിൻ ഏതൊരു കാര്യം ഇവിടെ ഒഴിവാക്കുമ്പോഴും അല്ലാഹു തആല പരലോകത്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സലഫുകൾ ചിലർ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന്. ലമ്മാ അലിമൽ മുഅ്മിനു സ്സായിം അന്ന റിളാ മൗലാഹു ഫീ തർക്കി ശഹവാതിഹി ഖദ്ദമ റിളാ മൗലാഹു അലാ ഹവാഹ്. ഈ സ്വായിമായിട്ടുള്ള നോമ്പുകാരനായിട്ടുള്ള മുഅ്മിൻ അവന് ബോധ്യം വന്നിട്ടുണ്ട് എന്താണ്? അന്ന റിളാ മൗലാഹു ഫീ തർക്കി ശഹവാതിഹി, അവൻ്റെ ദേഹേച്ഛകൾ ഒഴിവാക്കുമ്പോൾ അവൻ്റെ റബ്ബിൻ്റെ തൃപ്തി നേടാൻ അവന് സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി. ഖദ്ദമ റിളാ മൗലാഹു അലാ ഹവാഹ്, അവൻ്റെ ഹവയേക്കാൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ ബോധം ഒരുവനുണ്ട് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ തൃപ്തി അവന് ലഭിക്കും. അതായത് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന, നമുക്ക് അതിയായി ഇഷ്ടം തോന്നുന്ന ഒരു ശഹവത്ത്, ഒരു ഹറാമ്, അതെന്തോ ആവട്ടെ, എന്തു കാര്യമാവട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ശഹവത്ത് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി അത് വേണ്ട, അള്ളാഹിൻ്റെ തൃപ്തിയാണ് എനിക്ക് വലുത് എന്ന് വെക്കുമ്പോൾ, ആ ബോധം അവനുണ്ടാകുമ്പോൾ ഫസാറത്ത് ലദ്ദതുഹു ഫീ തർക്കി ശഹവതിഹി ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ആ ഇച്ഛ ഒഴിവാക്കുമ്പോൾ അവനുണ്ടാകുന്ന ആസ്വാദനം ലി ഈമാനിഹി ബിത്തിലാഇല്ലാഹി അലൈഹി വ സവാബിഹി വ ഇഖാബിഹി, അള്ളാഹു അവനെ കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം എനിക്കുണ്ടാകും, ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാവും എന്നുള്ള ആ വിശ്വാസം ബോധമൊക്കെ ഉണ്ടാകുമ്പോൾ അഅ്ളമ മിൻ ലദ്ദതിഹി ഫി തനാവുലിഹാ ഫിൽ ഖുൽവ, രഹസ്യമായിക്കൊണ്ട് ആ കാര്യം ഏതൊരു ശഹവത്താണോ അത് നേടുന്നതിനേക്കാൾ അവന് ആസ്വാദനം ലഭിക്കുന്ന ഒരു കാര്യമാണത്. അതായത് മനുഷ്യൻ്റെ ആസ്വാദനം, മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളെ പ്രധാനമായും മൂന്ന് തരത്തിൽ. ഒന്നാമത്തേത് അവൻ്റെ നഫ്സി ആയിട്ടുള്ള ആസ്വാദനങ്ങൾ, അഥവാ നഫ്സി അല്ല, ബദനി ആയിട്ടുള്ള ആസ്വാദനങ്ങൾ, ശരീരം കൊണ്ട് അവൻ ആസ്വദിക്കുന്ന ഭക്ഷണം, പാനീയങ്ങൾ, അതുപോലെ തന്നെ ഭാര്യാഭർത്തൃബന്ധം, അതുപോലെയുള്ള ആസ്വാദനങ്ങൾ. രണ്ടാമത്തെ ലദ്ദത്ത് വഹ്മി ആയിട്ടുള്ള ആസ്വാദനങ്ങളാണ്, തോന്നലുകളായിട്ടുള്ള ആസ്വാദനം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയണം, നീ നല്ല പണമുള്ള ആളാണ്, നീ നല്ല ഭംഗിയുള്ള ആളാണ്, നിൻ്റെ ശരീരം നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊരു ആസ്വാദനം, ഒരു വഹ്മിയായി തോന്നൽ കൊണ്ടുണ്ടാവുന്നത്. വഹ്മിയായ ആസ്വാദനം ബദനിയായതിനേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് അവരുടെ ശരീരം ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങൾ പോലും ചില ആളുകൾ അവരുടെ ശരീര സൗന്ദര്യം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് അവർ ഒഴിവാക്കുന്നത്. കാരണം അവർക്കിത് കേൾക്കുന്ന ഇഷ്ടമാണ്, അവരിങ്ങനെ അവരെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമാണ്. മൂന്നാമത്തേതാണ് ഒരു മനുഷ്യൻ്റെ ഖൽബിയായ, നഫ്സിയായ ആസ്വാദനം എന്നൊക്കെ പറയുന്നത്. അഥവാ ഒരാൾക്ക് അവൻ്റെ മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ആസ്വാദനം, അത് ഈ ദീന് കൊണ്ടും ഈമാന് കൊണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ, നന്മകൾ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പാപം അല്ലെങ്കിൽ ഒരു ശഹവത്ത്, ഒരു ദേഹേച്ഛ, അത് പൂർത്തിയാക്കുമ്പോൾ, ഒരു ഹറാമ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു ആസ്വാദനം ഉണ്ട്, ശരീരത്തിൻ്റെ ഒരു ആസ്വാദനം ഉണ്ട്. പക്ഷേ അത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കുകയാണെന്ന് വെക്കുമ്പോൾ അവൻ ലഭിക്കുന്ന ഒരു ആസ്വാദനം, ഇന്ന് ഭൗതികത്തിലുള്ള ആളുകൾ മെറ്റീരിയലിസ്റ്റിക്, പിന്നെ എന്തോ പേര് പറയാൻ, മെറ്റീരിയലിസ്റ്റ് കൊണ്ട് ലഭിക്കുന്ന ഒരു ലദ്ദത്തും അതുപോലെ സ്പിരിച്വൽ ലദ്ദത്തും, വേറെന്തോ വാക്ക ഉപയോഗിക്കാറ്, വസ്തുക്കളെ കൊണ്ട് ലഭിക്കുന്നതും ആത്മീയമായി ലഭിക്കുന്നതും. അപ്പോൾ വസ്തുക്കളെ കൊണ്ട് ലഭിക്കുന്നതാണ് നമ്മുടെ ഇച്ഛകൾ പൂർത്തീകരിക്കുന്നത്. പക്ഷേ അത് ഒഴിവാക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ഞാനത് ഒഴിവാക്കുകയാണ്, വേറെ ആളും കാണുന്നില്ല. ഒരു ഹറാമ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ശരീരത്തിന് ആസ്വാദനം നൽകുന്ന ഒരു ഹറാമ് ചെയ്യാനുള്ള എല്ലാ അവസരവും വന്നു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അത് ഒഴിവാക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആസ്വാദനം ആ പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ വലുതാണ് എന്ന് പറയാം. അപ്പോൾ നോമ്പുകാരന് അവൻ്റെ രഹസ്യത്തിൽ പോലും അള്ളാഹ്ക്ക് വേണ്ടി ഞാനിത് ഒഴിവാക്കുക എന്ന് വെക്കുമ്പോൾ അവനുണ്ടാകുന്ന ആസ്വാദനം ആ ഭക്ഷണമോ പാനീയമോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അത് ലഭിക്കുന്നതിനേക്കാൾ വലുതാണ്. ഈസാറൻ ലിറിളാ റബ്ബിഹി അലാ ഹവാ നഫ്സിഹി, അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ ഹവയേക്കാൾ അവൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് അവൻ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട്. വൈദാ കാന ഹാദാ فيما حرم لعارض الصوم من الطعام والشراب مباشرة النساء,
അപ്പോൾ ഇപ്പം ഇത്ര നേരം പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ്? നോമ്പുകാരൻ അവൻ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ടാണ്. നോമ്പുകാരന് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ സാധാരണ സമയത്ത് അവന് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം പറ്റും. പക്ഷെ നോമ്പുകാരന് അത് അനുവദിച്ച കാര്യങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒഴിവാക്കിയിട്ടുള്ളൂ. ഫയംബഗി അൻ യതഅക്കദ ദാലിക ഫീമാ ഹുർരിമ അലൽ ഇത്ലാഖി. അപ്പോൾ ഈ നോമ്പുകാരൻ്റെ അവസ്ഥ തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നിരുപാധികം അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ള ചില ആസ്വാദനങ്ങളുണ്ട്. എന്താണത്? കസിന, വ്യഭിചാരം, അഥവാ ശരീരത്തിന് ആസ്വാദനം ലഭിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ നിരുപാധിക ഹറാമാണ്. വശുർബിൽ ഖംർ, മദ്യം കുടിക്കുക എന്നുള്ളത്. വാഹ്ദിൽ അംവാലി, സമ്പത്ത് അന്യായമായിട്ട് കട്ടെടുക്കലോ മറ്റു രീതിയിലൊക്കെ എടുക്കുക എന്നുള്ളത്. അവിൽ അറാദി ബിഗൈരി ഹഖിൻ, അല്ലെങ്കിൽ വേറൊരാളുടെ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ അഭിമാനം പിച്ച് ചീന്തുക. വസഫ്കി ദിമാഇൽ മുഹറമ, പരിശുദ്ധമായിട്ടുള്ള ആ ഒരു രക്തം ചീന്തുക, അനാവശ്യമായിട്ട് ഒരാളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരുപാധികം ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അള്ളാഹിൻ്റെ കോപമുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ഹലാലായ കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുന്ന നോമ്പുകാരന് തന്നെ അങ്ങനെ ഒരു ആസ്വാദനമുണ്ട്. അപ്പോൾ നിരുപാധികം ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഫഇന്ന ഹാദാ യുസ്ഖിതുല്ലാഹ അലാ കുല്ലി ഹാലിൻ വഫീ കുല്ലി സമാനിൻ വമക്കാനിൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ, വ്യഭിചാരം, കള്ളുകൂടി, അതുപോലുള്ള കാര്യങ്ങൾ ഏത് സമയത്ത് ചെയ്താലും ഏത് സ്ഥലത്ത് വെച്ച് ചെയ്താലും അള്ളാഹു തആലയുടെ കോപമുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹു തആലയ്ക്ക് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. ഫൈദാ കമല ഈമാനുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ഈമാൻ പൂർത്തിയായതാണ് എങ്കിൽ കരിഹ ദാലിക കുല്ലഹു അഅ്ളമ മിൻ കറാഹതിഹി ലിൽ ഖത്ലി വദ്ദർബ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും വെറുക്കും, ഏറ്റവും വലിയ വെറുപ്പുണ്ടാകും. അത് കൊലപാതകത്തിന്, അവൻ കൊല്ലപ്പെടുന്നതിനേക്കാളും അവനെ അടിക്കപ്പെടുന്നതിനേക്കാളും വലുതായിരിക്കും. അവിടെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യഭിചാരി വിവാഹിതനാണ്, വിവാഹിതരായിട്ടുള്ള വ്യഭിചാരിയാണ് എങ്കിൽ അവൻ്റെ മേലുള്ള ശിക്ഷ എന്താ? അവനെ വധിക്കണം, അതും എറിഞ്ഞു കൊല്ലണം. മദ്യപിച്ച ആളുടെ മേലെ ശിക്ഷ എന്താ? ചാട്ടവാറടിയാണ്. അപ്പോൾ ഒരാൾക്ക് ഈ കാര്യങ്ങളോട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു കാരണം എന്താകാം? ഞാനത് ചെയ്തു കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനത് ചെയ്താൽ എന്നെ എറിഞ്ഞു കൊല്ലും, ഞാനത് ചെയ്താൽ എനിക്ക് അടി കൊള്ളും, ഈ കാരണം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അത് വേണ്ടാന്ന് വെക്കാം. പക്ഷേ ഒരു മുഅ്മിനിന്റെ ഈമാൻ പരിപൂർണമായി കഴിഞ്ഞാൽ അവൻ ഈ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിനോട് വെറുപ്പുണ്ടാവണം എന്തുകൊണ്ടായിരിക്കും? എൻ്റെ റബ്ബിന് കോപമുള്ള കാര്യമാണ്, എൻ്റെ റബ്ബിൻ്റെ തൃപ്തി കിട്ടാത്ത കാര്യമാണ് എന്ന നിലക്കായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞത്, കരിഹ ദാലിക കുല്ലഹു അഅ്ളമ മിൻ കറാഹതിഹി ലിൽ ഖത്ലി വദ്ദർബ്, അവൻ കൊല്ലപ്പെടുന്നതിനേക്കാളും അതിനോട് വെറുപ്പുണ്ടാവുമല്ലോ, പക്ഷെ അതിനേക്കാൾ വെറുപ്പായിരിക്കും എന്ത്? അവൻ്റെ റബ്ബിൻ്റെ കോപം കിട്ടാൻ അത് കാരണമാവുമല്ലോ എന്നുള്ളത്. അതിന് ഈമാൻ പൂർണ്ണമാകണം, പൂർണ്ണമായ ആളുകളുടെ അവസ്ഥയായിരിക്കും അത്. വലിഹാദാ ജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അലാമാതി വുജൂദി ഹലാവത്തിൽ ഈമാൻ, ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈമാൻ ഉണ്ട് അല്ലെങ്കിൽ ഈമാനിൻ്റെ മാധുര്യം ഒരാൾക്കുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പറയുന്നിടത്ത് സലാസും മൻകുന്ന ഫിഹി വജദ ഹലാവത്തിൽ ഈമാൻ എന്നുള്ള ഹദീസിൽ മൂന്നാമത്തെ കാര്യമായി വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് അള്ളാഹു റസൂല് മറ്റൊന്നിനേക്കാളും ഇഷ്ടമുണ്ടാവുക, നുഹിബ് അള്ളാഹു റസൂലോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തേത് അവൻ വേറെ എന്തിനെ ഇഷ്ടപ്പെടുന്നെങ്കിലും അത് അള്ളാഹ്ക്ക് വേണ്ടിയാവുക. മൂന്നാമത്തേൽ പറഞ്ഞത് അൻയക്റഹ യർജിഅൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു കമാ യക്റഹു അയ്യുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനോട് വെറുക്കുന്നത് പോലെ അവൻ കുഫറിലേക്ക് മടക്കുന്നതും, തീയിലേക്ക് എറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതും അവൻ വെറുക്കും. കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത്രയും വെറുപ്പ് അതിനോടുണ്ടാകും എന്ന് പറയാം. അതിന് വേറൊരു ഉദാഹരണം ഇബ്നു റജബ് കൊടുക്കുകയാണ്. വഖാല യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ ദുആ ചെയ്തൊരു സംഭവം കാണാം സൂറത്ത് യൂസുഫിലെ 33-ാമത്തെ ആയത്തിൽ. അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇമ്രത്തുൽ അസീസും അതിനൊപ്പമുള്ള സ്ത്രീകളും കൂടിയിട്ട് ഒരു തെറ്റിലേക്ക് നിർബന്ധിക്കാൻ വേണ്ടി എല്ലാ നിലക്കും കെണിയൊരുക്കി നിൽക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, റബ്ബെ ഇവരീ ക്ഷണിക്കുന്ന നിനക്കിഷ്ടമില്ലാത്ത ഹറാമായിട്ടുള്ള ഈ ഒരു കാര്യത്തിനേക്കാളും എനിക്കിഷ്ടം റബ്ബെ സിജ്നാണ്, തടവറയാണ് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാൻ. നമ്മൾ ആലോചിച്ച് നോക്കണം, ശരീരം കൊണ്ട് ആസ്വാദനം ലഭിക്കുന്ന ഒരു കാര്യത്തിനുള്ള അവസരമാണ് അവിടെ ഉള്ളത്. പക്ഷെ അതിന് വെച്ച് നോക്കുമ്പോൾ ശരീരം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമാണ് സിജ്ന എന്നുള്ളത്. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ നോക്കുന്നത് അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും അതിന് രക്ഷപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന് തൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ്.
അപ്പോൾ ഇതിനേക്കാൾ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയാണ്. റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ഇവർ ക്ഷണിക്കുന്നതിനേക്കാൾ റബ്ബെ എനിക്കിഷ്ടം ജയിലാണ്. കാരണം ഇത് ചെയ്യാൻ എനിക്കിഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എനിക്ക് ലഭിക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വജ്ഹാണ് ഇവിടെ പറഞ്ഞത്, ഫഇന്നഹു ലി വനജ്സി ബി എന്നുള്ള അള്ളാഹുവിൻ്റെ വാക്ക്, ഞാൻ പ്രതിഫലം നൽകും നോമ്പിന്. നോമ്പ് എന്തുകൊണ്ട് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു എന്നതിനുള്ള ഒന്നാമത്തെ വജ്ഹ് അതിൽ ഈ കാര്യങ്ങൾ അവൻ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അൽ വജ്ഹു സാനി, രണ്ടാമത്തെ ഒരു വജ്ഹ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അന്ന സിയാമു സിർറുൻ ബൈനൽ അബ്ദി വ റബ്ബിഹി. നോമ്പ് എന്നുള്ളത് അടിമയും അവൻ്റെ റബ്ബും തമ്മിലുള്ള ഒരു രഹസ്യമാണ്. ലാ യത്തലിഉ അലൈഹി ഗൈറുഹു, അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അതറിയില്ല. കാരണം നോമ്പ് നിസ്കരിക്കുമ്പോൾ ഒരാൾ നിസ്കരിക്കുന്ന ആളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെ പറ്റി നമുക്ക് ചോദിക്കുക, ഇയാൾ നിസ്കരിക്കുന്ന ആളാണോ? അപ്പോൾ ആ മസ്ജിദിലുള്ള ആളുകൾക്ക് പറയും, ഇവിടെ നിസ്കരിക്കാനൊന്നും വരാറില്ല, ഒക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹജ്ജ് ചെയ്യുന്നത് അറിയും, സക്കാത്ത് കൊടുക്കുന്നത് വാങ്ങുന്ന ആളുകൾ അറിയും. പക്ഷേ നോമ്പ് എന്നുള്ളത് എന്താണ്? അത്രയും രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാൾ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളാണോ എന്ന് അയാൾ എടുക്കാറില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റൂല. ചിലപ്പോൾ അയാൾ രഹസ്യമായിട്ട് എടുക്കാൻ പറ്റും, അയാൾക്ക് ശ്രദ്ധിച്ചാൽ എടുക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ദാവൂദ് അൽ ഹിന്ദി റഹിമഹുല്ല അദ്ദേഹത്തെ പറ്റി പറയുന്നത് കാണാം. അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം പൊതിഞ്ഞെടുക്കും. അപ്പോൾ വീട്ടുകാർ വിചാരിക്കും കച്ചവടക്കാരനായിരുന്നു, അങ്ങാടി പോയി കടയിൽ പോയി കഴിക്കാനാണ്. ആ ഭക്ഷണം പോണ വഴിക്ക് പിന്നെ അവിടെയുള്ള ഏതെങ്കിലും സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ആ ഭക്ഷണം കൊടുക്കും വീട്ടിൽ നിന്ന് പൊതിഞ്ഞെടുത്ത്. അപ്പോൾ അയാൾ വിചാരിക്കും വീട്ടിൽ നിന്ന് കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് തരികയാണ്. എന്നിട്ട് വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് വീട്ടുകാരോടൊപ്പം അശാ കഴിക്കും. അങ്ങനെ എത്രയോ വർഷങ്ങൾ അദ്ദേഹം നോമ്പ് നോറ്റിരുന്നതായിട്ട് ചില അസറുകളിൽ കാണാം, ദാവൂദ് അൽ ഹിന്ദി റഹിമഹുല്ല. അപ്പോൾ നോമ്പ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ രഹസ്യമാണെന്ന് പറയാം. ലിഅന്നഹു മുറക്കബുൻ മിൻ നിയ്യത്തിൻ ബാത്തിനത്തിൻ ലാ യത്തലിഉ അലൈഹ ഇല്ലല്ലാഹ്. ഈ നോമ്പ് പ്രധാനമായി നിൽക്കുന്നത്, ബന്ധപ്പെട്ട് കിടക്കുന്നത്, കണക്ഷൻ എന്ന് പറഞ്ഞാൽ കൽബിലുള്ള നിയ്യത്താണ്. ആ നിയ്യത്തുമായി ബന്ധപ്പെട്ടാണ് നോമ്പ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമേ നിയ്യത്ത് അറിയുള്ളൂ. വതർക്കിൻ ലിതനാവുലി ശഹവാത്തി അല്ലതി യുസ്തഖ്ഫാ ബിതനാവുലിഹാ ഫിൽ ആദ. സാധാരണ ഗതിയിൽ തന്നെ ഒരാൾക്ക് രഹസ്യമായി നേടാൻ കഴിയുന്ന ശഹവത്തുകൾ അത് തന്നെ ഒഴിവാക്കുകയാണ്. അതായത് ഇപ്പോൾ അയാളുടെ ഭാര്യയുമായിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട് ആളുകൾ അറിയോ? ഇല്ല, ആളുകൾ അറിയിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് ആരും അറിയാതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് സാധാരണഗതിയിൽ തന്നെ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലും അവൻ നിയ്യത്ത് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുകയാണ്. വലുതാലിക്ക ഖീല, അതുകൊണ്ടാണ് ചില സലഫുകളിൽ പറഞ്ഞിട്ടുള്ളത്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അസ്സൗമു ലാ തക്തുബുഹുൽ ഹഫളതു. നോമ്പിനെ ഹഫളത്ത് എന്ന് പറഞ്ഞ മലക്കുകൾ, രേഖപ്പെടുത്തുന്ന മലക്കുകൾ, ഹാഫിലീൻ എന്ന് പറയുന്ന ഹഫളത്ത്, അവരെന്താക്കുന്നില്ല, രേഖപ്പെടുത്തുന്നില്ല എന്ന്. കാരണം രേഖപ്പെടുത്താൻ നന്മയായിട്ട് രേഖപ്പെടുത്തില്ല എന്നല്ല, അവർക്ക് അറിയില്ല. കാരണം ഒരാളുടെ നിയ്യത്ത് ഇഖ്ലാസും മലക്കുകൾക്ക് പോലും അറിയില്ല എന്നാണ്, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഖൽബിൽ എന്താണെന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇവർക്ക് എഴുതാൻ ഇല്ല, പ്രത്യേകിച്ച് വേറൊന്നും എഴുതാൻ അവർക്കില്ല എന്ന നിലക്ക് ചിലർ അഭിപ്രായപ്പെട്ടത്. വഖീല ഇന്നഹു ലൈസ ഫീഹി റിയാഉൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് നോമ്പിൽ റിയാ വരൂല എന്നാണ്. റിയാ വരൂല നോമ്പിൽ എന്നാണ്. വരുന്ന ബാബുകൾ ചില മക്കളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും സാധ്യത കുറവ് വരുന്ന ഒരു കാര്യമാണ് ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. കദാ ഖാലഹുൽ അൽ ഇമാമു അഹ്മദ് വഗൈറുഹു. ഇങ്ങനെ ഇമാം അഹ്മദും മറ്റുള്ളവരും പറഞ്ഞത് കാണാം. അപ്പോൾ ഈ ഒരു രഹസ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അള്ളാഹുലേക്ക് മാത്രം ചേർത്തി പറഞ്ഞത് എന്ന്. വഖൗലുഹു തറക ശഹ്വതഹു വതആമഹു വശറാബഹു മിൻ അജ്ലി. ഈ ഹദീസിൽ അള്ളാഹു തആല പറഞ്ഞ ഈ വാക്ക് ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുള്ളത്, എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ ഇച്ഛകളും ഭക്ഷണവും ഭാര്യയെല്ലാം ഒഴിവാക്കിയതെന്നത്. ഫീഹി ഇഷാറത്തുൻ ഇലൽ മഅനല്ലദീ ദക്കർനാഹു. ആ വാക്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ രഹസ്യം ഉണ്ടല്ലോ, അള്ളാഹുമായിട്ടുള്ള രഹസ്യം ആണ് നോമ്പ് എന്നുള്ളതിനെ അറിയിക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സൂചിപ്പിക്കൽ അതിലുണ്ട്. വന്നസ്സായിമ തഖറബ ഇലല്ലാഹി ബിതർകി മാ തശ്തഹീഹി നഫ്സുഹു മിനത് തുആമി വശറാബി വന്നിക്കാഹ്. ഒരു നോമ്പുകാരൻ അള്ളാഹുലേക്ക് അടുക്കുന്നത് അവൻ ഇച്ഛിക്കുന്ന അവൻ്റെ ഭക്ഷണവും പാനീയങ്ങളും സ്ത്രീ പുരുഷ ബന്ധവും ഭാര്യാഭർത്തൃ ബന്ധവും എല്ലാം ഒഴിവാക്കിയിട്ടാണ്. വഹാദിഹി അഅ്ളമു ശഹ്വാത്തിൻ നഫ്സ്. ഒരു നഫ്സിൻ്റെ ഏറ്റവും വലിയ ശഹ്വത്തുകളാണത്. ഒരു നഫ്സിൻ്റെ ഏറ്റവും വലിയ ശഹ്വത്താണ്. അതാ നിങ്ങൾ ആലോചിച്ചാൽ മതി, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? മഷ്റബ് പാനീയങ്ങൾ, മത്അമ് ഭക്ഷണം, മൻകഹ് വിവാഹം, അതുപോലെ തന്നെ മൻകഹ്, പിന്നെ വരുന്നത് മസ്കന് വീട്. ഇതൊക്കെയാണ് എന്ത് പിന്നെ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മത്അമ്, മഷ്റബ്, മൻകഹ്, മസ്കൻ, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും.
അപ്പോൾ ഇത് ഒരു മനുഷ്യന് പ്രധാനപ്പെട്ട ഇച്ഛകൾ അതാണ്, പ്രധാനപ്പെട്ട ആഗ്രഹം അതാണ്. പിന്നെ മൽബസ്, അഞ്ചാമത്തെ മൽബസ്, വസ്ത്രങ്ങൾ. ഈ 5 കാര്യങ്ങളാണ് ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദുനിയാവിൻ്റെ ആളുകൾ എപ്പോഴും സംസാരിക്കുക 5 കാര്യത്തെ പറ്റിയിട്ടാവും. ഹസൻ ബസീർ റഹ്മുള്ളയുടെ ഒരസറിൽ കാണാം, ദുനിയാവിൻ്റെ ആളുകൾ ഏറ്റവും സംസാരിക്കുക 5 കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. ഒന്നുകിൽ ഭക്ഷണത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പാനീയങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വസ്ത്രങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വീടിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, വിവാഹം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് ഷഹ്വത്തുകൾ. നഫ്സിൻ്റെ ഏറ്റവും വലിയ ഷഹ്വത്ത് ഇതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ അതിൽ പ്രധാനപ്പെട്ട ഈ 3 എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയും പ്രത്യേകമുള്ളതാണ്. ഈ പറയാണ് വഫീ തഖർറുബി ബിതർകി ഹാദിഹി ഷഹവാത് ബിസ്സിയാമി ഫവായിദു. ഈ പറഞ്ഞ മത്അമും മശ്റബും മൻകഹും എല്ലാം നോമ്പുകാരൻ ഒഴിവാക്കുന്നതിൽ ചില ഫായിദകളുണ്ട്, ചില ഫായിദകൾ അവന് ലഭിക്കുന്നുണ്ട് നോമ്പിലൂടെ. അതെന്തൊക്കെയാണ്? മിൻഹ, അതിൽപ്പെട്ടതാണ് കസ്റുൻ നഫ്സ്, ഒരുത്തൻ്റെ നഫ്സ് അത് പൊട്ടിത്തകരുന്ന, അല്ലെങ്കിൽ അത് പിന്നെ അള്ളാഹുവിന് മുമ്പിൽ താഴ്മയോടുകൂടി ആകുന്ന ഒരവസ്ഥയിൽ എത്തും നോമ്പെടുക്കുമ്പോൾ. അതായത് ഒരുത്തൻ്റെ നഫ്സ് അള്ളാഹുവിന് മുമ്പിൽ ആവശ്യക്കാരനാവുന്ന, തകർന്നു പോകുന്ന, അള്ളാഹുവിലേക്ക് വളരെയധികം ദുർബലമാകുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്താ ഉദ്ദേശിച്ചത്? ഫൈന ശിബഅ വറയ്യ വമുബാശറത്ത നിസാ. ശിബ എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം നിറഞ്ഞ് കഴിക്കുക. റയ്യ എന്നുള്ളത് ചെടിയൊക്കെ നനയ്ക്കുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, നല്ല രീതിയിൽ വെള്ളം നിറയുന്നതിനൊക്കെ. ഇവിടെ ഉദ്ദേശം കുറേ പാനീയങ്ങൾ കുടിക്കുക. അപ്പോൾ മുബാശറത്തെ നിശ, ഭാര്യയുമായിട്ട് ഏറ്റവും ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധവും ആ കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ അതിൻ്റെയൊക്കെ ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ, ഷിബ പറഞ്ഞു കഴിഞ്ഞാൽ ഷിബ എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞ അവസ്ഥയിൽ, അപ്പോൾ അതിൻ്റെ പരിധി കൂടിയ അവസ്ഥയാണെങ്കിൽ തഹ്മിലു നഫ്സ അലൽ അശരി വൽ ബതരി വൽ ഗഫ്ല, അത് ഒരുത്തൻ്റെ നഫ്സിനെ ഏതവസ്ഥയിലാക്കുന്നു പറഞ്ഞാൽ, അഷർ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുക. കുറേ ഭക്ഷണം, കുറേ പാനീയം, എപ്പോഴും ഭാര്യമാരുടെ ഒപ്പൊക്കെ ആണെങ്കിൽ എന്താണ്, അതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ബത്തർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളിൽ മുഴുകിപ്പോവുക. അനുഗ്രഹങ്ങളിൽ മുഴുകി പോകുന്നതിനാണ് ബത്തർ എന്ന് പറയുക. അനുഗ്രഹങ്ങളിൽ മുഴുകിപ്പോവുക. അപ്പോൾ കുറേ ഭക്ഷണം ഇതൊക്കെ ഉണ്ട്, അതിൽ അതുമായി മാത്രം മുഴുകിപ്പോവും. വൽ ഗഫ്ല, അത് അശ്രദ്ധയിലാവും. അങ്ങനെ ജീവിത ലക്ഷ്യത്തെ കൊണ്ട് അശ്രദ്ധയിലാവും. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു അവസരം എന്തുണ്ട്? നോമ്പിലുണ്ട്. നോമ്പിൽ അവൻ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ, പാനീയങ്ങൾ ഒഴിവാക്കുമ്പോൾ, അവൻ്റെ ഭാര്യയുമായിട്ടുള്ള ആ സഹവാസമൊക്കെ മാറി നിൽക്കുമ്പോൾ അവൻ എന്തുണ്ടാവുകയാണ്? അവൻ്റെ നെഫ്സൊന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് മാത്രമായി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എൻജോയ്മെൻറ്റും അനുഗ്രഹങ്ങളും മുഴുകുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ മിൻഹ, അതുപോലെ വളരെ ചിന്തിക്കേണ്ട ഒരു പോയിൻ്റാണ് ആ പറഞ്ഞിട്ടുള്ളത്. നോമ്പ് കൊണ്ടുള്ള വലിയൊരു ഫായിദയാണത്. വമിൻഹ, അതിൽപ്പെട്ടതാണ്. ഇതിലുള്ള ഫായിദകളൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള, ഒരുപാട് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വമിൻഹ, അതിൽപ്പെട്ടതാണ് തഖല്ലീൽ അൽ ഖൽബി ലിൽ ഫിക്രി വദ്ദിക്ർ. കൽബ് ഒഴിവാകും, ഉറ്റാലോചിക്കാനും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുമുള്ള അവസ്ഥയിലേക്ക് കൽബിനെ ഒഴിഞ്ഞു കിട്ടും നോമ്പിലൂടെ. ഫഇന്ന തനാവുല ഹാദിഹി ശഹവാതി ഖദ് തുഖസ്സിൽ ഖൽബ വതുഅമീഹി വതഹൂലു ബൈനൽ അബ്ദി വബൈനൽ ഫിക്രി വദ്ദിക്രി വതസ്തദ്ഇൽ ഗഫ്ല. ഫഇന്ന തനാവുല ഹാദിഹി ശഹവാത്, ഈ ഇച്ഛകൾ, ഭക്ഷണമാവട്ടെ, പാനീയാവട്ടെ, ഭാര്യാഭർത്തൃ ഇച്ഛകളാവട്ടെ, അതൊരു പരിധി വിട്ട് അതിങ്ങനെ കിട്ടുക എന്ന് വിചാരിക്കുക. അഥവാ ഇത് ഒരു ആവശ്യമാണ്, മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് അമിതമായിട്ട് ഇങ്ങനെ ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഖദ് തുഖസ്സിൽ ഖൽബ, കൽബിന് ഖസ്വത്ത് ബാധിക്കും, കൽബിന് കാഠിന്യം ബാധിക്കും. വതുഅമീഹി, അതിന് അന്ധത ബാധിക്കും. വതഹൂലു ബൈനൽ അബ്ദി വബൈനൽ ഫിക്രി വദ്ദിക്ർ, അതെന്തുണ്ടാകും? അത് ഒരുവൻ്റെയും അവൻ ഉറ്റാലോചിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാനും ഇടയിലൊക്കെ ഒരു മറയിടുന്ന അവസ്ഥ ഉണ്ടാകും. തസ്തദ്ഇ അൽ ഗഫ്ലത, അത് അശ്രദ്ധയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അശ്രദ്ധയിലേക്ക് ആകാൻ കൂടുതൽ പ്രേരകമാകുന്നൊരവസ്ഥ ഉണ്ടാകും. അതായത് ഭക്ഷണം മനുഷ്യന് വേണം, പാനീയം മനുഷ്യന് വേണം, ഭാര്യമാർ മനുഷ്യന് വേണം, ഭാര്യാഭർത്തൃ ബന്ധം വേണം. പക്ഷേ അതിലവിടെ മുഴുകുക. ഭക്ഷണം തന്നെ, പാനീയങ്ങൾ തന്നെ, ഭാര്യാഭർത്തൃ അത് തന്നെ. അങ്ങനെ അത് മാത്രമായി കഴിഞ്ഞാൽ അവന് പിന്നെ അള്ളാഹുവിനെക്കുറിച്ചോ പരലോകത്തിനെക്കുറിച്ചോ മറ്റൊരു ആലോചിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും, അത് ഇല്ലാതാവും, കുറയും. ഓരോ വ്യക്തികളും താരതമ്യേന നഷ്ടം വരും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ കുറവ് വരും താരതമ്യേന. ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും. അത് അവനെ ഗഫ്ലത്തിലേക്ക്, അശ്രദ്ധയിലേക്ക് എത്തിക്കും. വഖുലുവുൽ ബാത്തിനി മിനത്ത് ത്വആമി വശറാബ്, ഒരുവൻ്റെ വയറ്, അവൻ്റെ ഉള്ള് ഭക്ഷണം കൊണ്ടും വെള്ളം കൊണ്ടൊക്കെ ഒഴിവാകുകയാണെങ്കിൽ, അഥവാ നോമ്പുകാരൻ എന്താണ്, ഇതൊക്കെ ഒഴിവാക്കണമല്ലോ.
അപ്പോൾ വയറ് കാലിയാകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ യുനവ്വിറുൽ ഖൽബ, കൽബിനത് പ്രകാശം നൽകുന്നതാണ്. ഭക്ഷണം കുറയ്ക്കുന്ന ഒരാൾക്ക്, പാനീയങ്ങൾ കുറയ്ക്കുന്ന ഒരാൾക്ക് വളരെയധികം ചിന്താശേഷി കൂടുതലായിരിക്കും, വളരെയധികം കൽബിന് പ്രകാശം ഉണ്ടാവുന്നതാണ്. അത് അവന് ഇപ്പോൾ വയറിറച്ച് ഭക്ഷണം കഴിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരാളും വേറെ ഭക്ഷണം കുറക്കുന്നത് ഭൗതികമായിട്ട് തന്നെ തെളിയിച്ചൊരു കാര്യമാണ്, ഭൗതികമായിട്ട് തന്നെ ആളുകൾ പറയുന്ന കാര്യമാണ്. അവർക്കൊരു കാര്യം ഗ്രഹിക്കാനുള്ള ശേഷി വളരെ വ്യത്യാസപ്പെടും. ഒരു പുസ്തകം രണ്ടുപേരോട് ഒരു പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അതിൽ എന്താ കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കുറച്ച് കഴിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഫായതകൾ കിട്ടിയിട്ടുണ്ടാവും. കാരണം അത് പൊതുവെ അറിയപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ പറയാണ് യുനവ്വിറുൽ ഖൽബ്, അവൻ്റെ കൽബ് പ്രകാശിക്കും. വയൂജിബു റിഖ്ഖതഹു, ആ കൽബ് ഏറ്റവും മൃദുലമായ അവസ്ഥയിലാകും. അത് ഭക്ഷണം കുറക്കുന്നത് കൽബിനെ മൃദുലമാക്കുന്ന അവസ്ഥയുണ്ടാക്കും. വയുസീലു ഖസ്വതഹു വയുഖ്ലീഹി ലിദ്ദിക്രി വൽ ഫിക്ർ, അവൻ്റെ ആ ഖസ്വത്ത് ഒഴിവായി കിട്ടുകയും ചെയ്യും. അള്ളാഹുവിനെ സ്മരിക്കാനും ഉറ്റാലോചിക്കാനുമുള്ള ഒരു അവസ്ഥ അവനുണ്ടാവും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയം അസ്ർ കഴിഞ്ഞൊരു സമയം ആകുമ്പോഴേക്കും നമ്മളൊന്ന് എന്തെങ്കിലും ദീനിനെക്കുറിച്ച് ആലോചിക്കാൻ, പരലോകത്തിനെ കുറിച്ച് ആലോചിക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനൊക്കെ ഒന്ന് ഒരുങ്ങി നോക്കി നമുക്ക് വലുതിൽ നിന്നില്ലാത്തൊരു തൗഫീഖും ഒരു അവസ്ഥയും ലഭിക്കും. ഇതേ സംഭവം നോമ്പ് തുറന്ന് കുറേ ഭക്ഷണം കഴിച്ചിട്ട് നോക്കി നമ്മൾ നോമ്പ് തുറന്ന് കുറേ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നിസ്കരിക്കാൻ തന്നെ എന്തില്ല കഴിയില്ല. തറാവി തന്നെ നമുക്ക് എന്തിനാ നിസ്കരിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലാവും ചിലപ്പോൾ ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നേരം ദിക്ർ ചെല്ലാൻ വേണ്ടിയിട്ട് ഇരുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇരുന്നു, നമ്മൾ ശ്രമിച്ചു നോക്കി, ആ മാറ്റം നമ്മൾ അറിയും. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം നോമ്പ് കൊണ്ട് ഉണ്ട്. വമിൻഹ, നോമ്പിൻ്റെ ഫവായിദിൽപ്പെട്ട മറ്റൊന്നാണ് അന്നൽ ഗനിയ യഅരിഫു ഖദ്റ നിഅമത്തില്ലാഹി അലൈഹി, സമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് അവന് നൽകിയിട്ടുള്ള നിഅമത്തുകളെ അറിയും, അവന് കിട്ടിയ അനുഗ്രഹങ്ങളെ. ബിഇഖ്ദാരിഹി ലഹു അലാ മാ മനഅഹു കസീർ മിനൽ ഫുഖറാഇ മിൻ ഫുദൂലി ത്വആമി വശറാബി വന്നിക്കാഹ്, അവനത് ബോധ്യപ്പെടാൻ സാധിക്കും. നിലക്ക് അവന് ഇത് ഒഴിവാക്കുമ്പോൾ, അഥവാ ധാരാളം ഫുഖറാക്കൾ ഉണ്ടാവും, ദരിദ്രന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് അധികരിച്ച ഭക്ഷണമോ അധികരിച്ച പാനീയങ്ങളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമുള്ള ഭക്ഷണത്തേക്കാൾ കൂടുതലും അവന് ഇഷ്ടമുള്ള ഭക്ഷണവും ഗുണമുള്ള ഭക്ഷണവും അവന് വേണമെങ്കിൽ 1, 2, 3 വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ദരിദ്രന്മാരായ ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് ഇത് ഒഴിവാക്കുന്നതിലൂടെ അവൻ അതിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ. ഫൈന്നഹു ബിംതിനാഇഹി മിൻ ദാലിക ഫീ വഖ്തിൻ മഖ്സൂസിൻ വഹുസൂലിൽ മശഖ്ഖതി ലഹു, ഒരു നിശ്ചിത സമയത്തേക്ക് അത് ഒഴിവാക്കുമ്പോൾ, അത് തടയപ്പെടുമ്പോൾ, അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, ബിദാലിക യതദക്കറു ബിഹി മൻ മുനിഅ മിൻ ദാലിക അലൽ ഇത്ലാഖ്, അവന് ഈ അനുഗ്രഹങ്ങളെ, ഈ നിഅമത്തുകളെ കുറിച്ച് അവന് ചിന്തിക്കാൻ പറ്റും നിരുപാധികം കിട്ടാത്ത ആളുകളെക്കാളും. അതായത് കുറച്ച് നേരത്തിനാണ് അവൻ നോമ്പിന് എന്ത് ചെയ്യണത്, അത് ഒഴിവാക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ അത് കിട്ടാതെ പോണ ആളുകളുണ്ട്, എപ്പോഴും പട്ടിണി നടക്കുന്ന ആളുകളുണ്ട്, എപ്പോഴും കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ പോലും പണമില്ലാത്ത ജീവിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ നിരുപാധികം എപ്പോഴും അതില്ലാത്ത ആളുകൾ പിന്നെ നോമ്പിന് മാത്രം ഒഴിവാക്കിയാൽ മതി. പക്ഷെ തീരെ അത് കിട്ടാത്ത ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ പറ്റും അവന് കിട്ടിയത്. അങ്ങനെ ഓർക്കുമ്പോൾ ഫയൂജിബു ലഹു ദാലിക ശുക്ര നിഅമത്തില്ലാഹി അലൈഹി ബിൽ ഗിന, അപ്പോൾ അള്ളാഹു അവന് നൽകിയിട്ടുള്ള ഗിന, ആ ധന്യത, ഐശ്വര്യം, അതിനവന് നന്ദി കാണിക്കാൻ നിർബന്ധമാകും. കാരണം അവൻ ബോധ്യപ്പെടുകയാണ് എനിക്കിതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ. വയദ്ഊഹു ഇലാ റഹ്മത്തി അഖീഹിൽ മുഹ്താജ് വമുവാസാതിഹി ബിമാ യുംകിനു മിൻ ദാലിക്, അവന് ലഭിച്ച ഈ ഒരു കാരുണ്യം ഉണ്ടല്ലോ, അതിലേക്ക് തൻ്റെ സഹോദരനെ, ഫക്കീറായ ഒരു ആവശ്യക്കാരനായിട്ടുള്ള സഹോദരനെ ആ ഒരു ആവശ്യം നടത്തി കൊടുക്കാനും മുവാസാത്ത്, അവനെ ആശ്വസിപ്പിക്കാനും, ബിമാ യുംകിനു മിൻ ദാലിക്, അവന് സാധിക്കുന്ന നിലക്കൊക്കെ അവൻ്റെ ഫക്കീറായ മിസ്കീനായ അവൻ്റെ സഹോദരങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനോ അതിനൊക്കെ ഒരു പ്രേരണയായിട്ട് ഈ നോമ്പ് മാറും. ഇതും നോമ്പിൻ്റെ ഫായിദയിൽ പെട്ടതാണ്. വമിൻഹ, അതിൽപ്പെട്ട മറ്റൊരു ഫായിദ നോമ്പ് കൊണ്ടുള്ളത് അന്ന സിയാമ യുബയ്യിഖു മജാരിയദ്ദം, നോമ്പ് എന്നുള്ളത് രക്തം പോകുന്ന ആ റൂട്ടിനെ ഞെരുക്കിക്കളയും. അതായത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്താണ്, അത്രയും നേരം ഭക്ഷണവും വെള്ളവും ഇല്ലാതാവുമ്പോൾ രക്തത്തിൻ്റെ സഞ്ചാരം ശരീരത്തിൽ നടക്കുന്ന ആ ഒരു റൂട്ടിനെ ഒന്ന് ഞെരുക്കും. അല്ലത്തി ഹിയ മജാരി ശൈത്താൻ മിൻ ഇബ്നി ആദം, ആ രക്തം സഞ്ചരിക്കുന്നതിലൂടെയാണ് ആരും സഞ്ചരിക്കുന്നത്, ശൈത്താനും മനുഷ്യൻ്റെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
ഒരു റമളാനിൽ ഇഅ്തികാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്ത് സഫിയ ബീവി ആണെന്ന് എൻ്റെ ഓർമ്മ, നബി സല്ലല്ലാഹു ഇഅ്തികാഫ് രാത്രി കാണാൻ വന്നപ്പോൾ 2 സഹാബികൾ പോയി. നബി സല്ലല്ലാഹു ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന കാണുള്ളൂ. സഹാബികൾ കണ്ടപ്പോൾ വേഗം പോയി നബിയാന്ന് കണ്ടപ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു വിളിച്ചു പറഞ്ഞു ഇതിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ പറഞ്ഞു എന്താ റസൂലേ ഞങ്ങൾ നിങ്ങളെ സംശയിക്കുക എന്ന നിലക്ക്. അപ്പോൾ പറഞ്ഞ വാക്കാണെന്ത്, ശൈത്താൻ മനുഷ്യൻ്റെ രക്തം ഓടുന്നതിലൂടെയൊക്കെ ഓടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം മനസ്സിലുണ്ടാക്കി തരാൻ കഴിയും. അപ്പോൾ ശൈത്താൻ രക്തം ഓടുന്നതിനോടൊപ്പം അതിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിലൂടെ പോകും. ഫൈന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദം വജ്റദ്ദം ഫതസ്കുനു ബിസ്സിയാമി വവസാവിസു ശൈത്താൻ. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഈ കാര്യങ്ങൾ എന്താകും, ഇത് ഞെരുങ്ങല്ലോ. അപ്പോൾ പിശാചിൻ്റെ സഞ്ചാരത്തിൽ തന്നെ കുറവുണ്ടാവും, പിശാചിൻ്റെ വസ്വാസുകളിൽ കുറവുണ്ടാകും. വതൻകസിറു സൗറത്തു ശഹ്വതി വൽ ഗദബ്. അങ്ങനെ അവൻ്റെ ഷഹ്വത്ത്, അവൻ്റെ ഇച്ഛയും അവൻ്റെ കോപവുമെല്ലാം ഞെരുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ അതിനോടുള്ള ആ കടുപ്പം കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും. അതായത് പിശാചിന് മനുഷ്യൻ്റെ മേലെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന 2 അവസ്ഥയാണ്. ഒന്ന് അവൻ്റെ ഷഹ്വത്ത് അധികരിച്ചിരിക്കുന്ന അവസ്ഥ, 2 അവൻ്റെ കോപം അധികരിച്ചിരിക്കുന്ന അവസ്ഥ. ഒന്ന് അവൻ്റെ ദേഹേച്ഛ, അവന് ഷഹ്വത്ത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ ചെയ്യാൻ പറയാൻ പറ്റൂല. അതുപോലെ തന്നെ അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാൻ പറ്റും, കാരണം പിശാച് ആ സമയത്ത് അവനെ കീഴ്പ്പെടുത്തി കളയുന്ന 2 സന്ദർഭങ്ങളാണത്, ഈ 2 സന്ദർഭങ്ങൾ. അപ്പോൾ ആ 2 കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില ഉലമാക്കൾ സെൽഫുകൾ പറയാറുണ്ട് സ്വഭാവം നന്നാവണമെങ്കിൽ ഭക്ഷണം കുറച്ചാൽ മതി. ഒരാളുടെ സ്വഭാവം നന്നാണെങ്കിൽ നോമ്പ് വെൽക്കുന്നതിൻ്റെ സ്വഭാവം നന്നാവുന്ന ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ നോമ്പ് കൂടുതൽ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ ദേഷ്യം നോമ്പ് വെൽക്കുമ്പോൾ വയ്ക്കുമോ, കഴിയില്ല, അവൻ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് സ്വഭാവം നന്നാകാൻ ഭക്ഷണം കുറക്കുന്നത് കാരണമാകാറുണ്ട്, നോമ്പൊക്കെ കാരണമാകും. അപ്പോൾ അവൻ്റെ ഷഹ്വത്തും ഗളബും അതിൻ്റെ കാഠിന്യം ഈ നോമ്പ് നോൽക്കുമ്പോൾ കുറയും. വലിഹാദാ ജഅല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിയാമ വിജാഅൻ ലിഖത്ഇഹി അൻ ശഹ്വത്തിൻ നിക്കാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ ഒരു പരിചയമായിക്കൊണ്ട്, ഒരു മാർഗമായിക്കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്തിന്? നിക്കാഹിൻ്റെ ഷഹ്വത്ത് കുറക്കാൻ വേണ്ടിയിട്ട്, അഥവാ ലൈംഗിക ബന്ധത്തിൻ്റെ ഷഹ്വത്ത് കുറക്കാൻ വേണ്ടിയിട്ട് നോമ്പ് നോൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരോട്, യുവാക്കളോട് പ്രത്യേകിച്ച് നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നോമ്പ് കൊണ്ടുള്ള ഫായിദകളാണ്. വഅലം, നീ മനസ്സിലാക്കണം, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയുകയാണ്, അന്നഹു ലാ യതിമ്മു തഖറബു ഇലല്ലാഹി തആല ബിതർകി ഹാദിഹി ശഹ്വാതിൽ മുബാഹ ഫി ഗൈരി ഹാലത്തി സിയാം ഇല്ലാ ബഅദ തഖറബി ഇലൈഹി. വഅലം, നീ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് ചേർത്തി പറയാണ്. അന്നഹു ലാ യതിമ്മു തഖറബു ഇലല്ലാഹി തആല. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇതൊക്കെ ഒഴിവാക്കുന്നതിലൂടെ എന്തുണ്ടാകും, അള്ളാഹുവിലേക്ക് സാമ്യം കിട്ടുന്നതാണല്ലോ. അതിൻ്റെ പരിപൂർണത വേണമെങ്കിൽ ബിതർക്കി ഹാദിഹി ശഹ്വാത്തിൽ മുബാഹ, അനുവദിക്കപ്പെട്ട ഭക്ഷണവും പാനീയവും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടണമെങ്കിൽ ഫി ഗൈരി ഹാലത്തി സിയാം ഇല്ലാ ബഅദ തഖറബി ഇലൈഹി ബിതർക്കി മാ ഹറമല്ലാഹു ഫി കുല്ലി ഹാലിൻ. എല്ലാ സമയത്തും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഒഴിവാക്കിയാലേ, ഈ അനുവദിക്കപ്പെട്ട കാര്യം നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ ഒഴിവാക്കിയാലും അള്ളാഹുവിനോടുള്ള സാമീപ്യം പൂർണ്ണമാവുകയുള്ളൂ. അതെന്താ കാര്യം? മിനൽ കദിബ്, കളവ് ഒഴിവാക്കണം. വദ്ദുൽമ്, മറ്റുള്ളവരുടെ അതിക്രമം ഒഴിവാക്കണം. വൽ ഉദ്വാൻ, ഓരോന്നിൻ്റെയും പരിധി ലംഘിക്കുന്ന പാപങ്ങൾ മുഴുകുന്ന അതൊഴിവാക്കണം. അലന്നാസ്, മനുഷ്യരോട് ശത്രുത ഉപദ്രവം ഉണ്ടാക്കുന്നത്. അലന്നാസ് ഫി ദിമാഇഹിം വ അംവാലിഹിം വ അറാദിഹിം, ജനങ്ങളുടെ രക്തത്തിലും അവരുടെ സമ്പത്തിലും ഒരഭിമാനത്തിലുമെല്ലാം അതിനെ പിച്ച് ചെയ്യുന്ന അവസ്ഥകൾ ഒഴിവാക്കണം. അതായത് നോമ്പിൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ സാമ്യം കിട്ടും പറഞ്ഞല്ലോ. അതല്ലാത്തപ്പോഴും നോമ്പുകാരനായിരിക്കുമ്പോഴൊക്കെ ഒഴിവാക്കേണ്ട കാര്യം എന്താണ്? ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി. വലിഹാദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി, ആരാണോ കള്ളവാക്കുകൾ, ഖൗലസ്സൂർ എന്നുള്ളതിൽ ഗീബത്തും നമീമത്തും കളവും കള്ളസാക്ഷിയും ഒക്കെ പെട്ടിട്ടുണ്ട് ഖൗലസ്സൂർ എന്ന് പറയുമ്പോൾ. വൽ അമല ബിഹി, അതുപോലെയുള്ള കർമ്മങ്ങളും ആരാണോ ഒഴിവാക്കാത്തത്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വ ശറാബഹു, അല്ലാഹുവിന് ഒരു ആവശ്യമില്ല അവൻ്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയത് കൊണ്ട്. അതാ നോമ്പുകാരൻ്റെ നോമ്പ് പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? ഇത് അനുവദിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയാണല്ലോ, ഹറാമായത് എപ്പോഴും ഒഴിവാക്കണം. ഖറജഹു അൽ ബുഖാരിയു. വഖാല ജാബിറുൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇദാ സുംത, നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഫൽയസും സംഉക്, നിന്റെ കാത് നോമ്പ് നോൽക്കട്ടെ, ബസറുക്, നിന്റെ ദൃഷ്ടി, വലിസാനുക് അനിൽ കദിബ് വൽ മഹാരിം, നിന്റെ നാവും അത് നോമ്പ് നോൽക്കട്ടെ, അനിൽ കദിബ്, കളവിനെ തൊട്ടും ഹറാമുകളെ തൊട്ടും. അപ്പോൾ
വയറ് മാത്രമല്ല നോമ്പുണ്ടാവേണ്ടത്, കണ്ണും കാതും എല്ലാം നോമ്പിലായിരിക്കണം. വദ അദൽ ജാർ, നിന്റെ അയൽവാസിയെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നീ ഒഴിവാക്കണം. നാവ് കൊണ്ടോ കൈ കൊണ്ടോ എന്തുകൊണ്ടാവട്ടെ. വലിയക്കുൻ അലൈക സക്കീനത്തുൻ വഖാറുൻ യൗമ സൗമിക്, നോമ്പിൻ്റെ ദിവസം നിനക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഗാംഭീര്യം, ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവട്ടെ. വലാ തജ്അൽ യൗമ സൗമിക യൗമ ഫിത്രിക സവാ, നിന്റെ നോമ്പ് ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയാണ്. എന്നിട്ട് ഒരു ബൈത്ത് കൊടുക്കുന്നുണ്ട്, ഇദാ ലം യകുൻ ഫിസ്സംഇ മിന്നി തസാവുനുൻ, നിന്റെ കേൾവിക്ക് ഒരു പരിചയമില്ല. വഫി ബസ്രി ഗബ്ദുൻ, ദൃഷ്ടിക്ക് ഒരു എന്തില്ല, മറയില്ല, കണ്ണടക്കുന്നില്ല, ഹറാമിൽ നിന്ന് കണ്ണടക്കുന്നില്ല. വഫി മന്തിഖി സംതു, സംസാരത്തിൽ നിശബ്ദത പാലിക്കുന്നില്ല, അഥവാ അനാവശ്യമായ സംസാരം ഒഴിവാക്കുന്നില്ല. ഫഹബ്ദി ഇദൻ മിൻ സൗമി അൽ ജൂ വദ്ദം, പറയാണ് എൻ്റെ കേൾവിക്ക് ഒരു സൂക്ഷ്മത പാലിക്കുന്നില്ല, എന്താണ് കേൾക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. വഫീബസരി ഗബ്ദുൻ, നോക്കുന്നതിൽ എന്താണ് നോക്കുന്നത് അനാവശ്യമായതെന്ന് ദൃഷ്ടി താഴ്ത്തുന്നില്ല. മന്തിഖി സംതു, അനാവശ്യ സംസാരത്തിൽ ഞാൻ നിശബ്ദത പാലിക്കുന്നില്ല എങ്കിൽ ഫഹബ്ദി ഇദൻ മിൻ സൗമി അൽ ജൂ വദ്ദമഉ, നോമ്പിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആകെയുള്ള കാര്യം പട്ടിണിയും ദാഹവും മാത്രമാണ്. ഫൈൻ ഖുൽതു ഇന്നി സുംതു, ഞാൻ നോമ്പുകാരനാണെന്ന് ഞാൻ പറഞ്ഞാലും, യൗമി ഫമാ സുംതു, ഈ ദിവസം ഞാൻ നോമ്പുകാരനാണെന്ന് ഞാൻ പറഞ്ഞാലും ശരിക്കും എന്തല്ല, ഞാൻ നോമ്പുകാരനല്ല. അതായത് ഈ കാര്യങ്ങൾ ഒഴിവാക്കണം. നോമ്പെടുത്തിട്ട് ഹറാമ് കാണുക, നോമ്പെടുത്തിട്ട് ഹറാമ് പറയുക, നോമ്പെടുത്തിട്ട് ഹറാമ് കേൾക്കുക, ഇതൊന്നും ആ നോമ്പിനെ പരിപൂർണമാക്കില്ല. അപ്പോൾ അത് വെറും ഒരു ആ പട്ടിണി അടന്നുള്ള മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സായിമിൻ ഹദ്ദുഹു മിൻ സിയാമിഹി അൽ ജൂഉ വൽ അത്ഷു, കുറേ ആളുകൾ നോമ്പുകാരുണ്ട്, അവർക്ക് ആ നോമ്പ് കൊണ്ട് കിട്ടിയതാകെ പട്ടിണിയും ദാഹവും മാത്രമാണ്. വറുബ്ബ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി അസ്സഹറു, എത്രയെത്ര രാത്രി നിസ്കരിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ രാത്രി നിസ്കാരം കൊണ്ട് കുറച്ച് ഉറക്കം ഒഴിച്ചു എന്നല്ലാതെ വേറൊന്നും ഉണ്ടാകുന്നില്ല. നോമ്പിൽ പ്രത്യേകിച്ച് അത്രേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് പറയാണ്. അടുത്ത ഭാഗം കൂടി ഇതിൻ്റെ തുടർച്ചയാണ്, അതും കൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം. വലിഹാദൽ മഅന, ഈ ഒരു ആശയമാണ് വല്ലാഹു അലം വറദ ഫിൽ ഖുർആനി ബഅദ ദിക്രി തഹ്രീമി തുആമി വശറാബി അല സ്വാഇമി ബിന്നഹാർ, ഈ ഒരു ആശയം തന്നെയാണ് ഖുർആനിൽ നോമ്പുകാരന് പകലിൽ ഭക്ഷണവും പാനീയങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞതിന് ശേഷം ദിക്റു തഹ്രീമി അക്ലി അംവാലി നാസ് ബിൽ ബാത്തിൽ, പിന്നെ അള്ളാഹു പറഞ്ഞത് ബാത്തിലായ നിലക്ക്, അന്യായമായ നിലക്ക് ആളുകളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നതിനെ ഹറാമാക്കിക്കൊണ്ടാണ് ഖുർആനിൽ അങ്ങനെ വന്നിട്ടുള്ളത്. ഫൈന തഹ്രീമ ഹാദ ആമുൻ ഫി കുല്ലി സമാനി വ മക്കാൻ, കാരണം രണ്ടാമത് പറഞ്ഞത് എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും വെച്ച് ഹറാമായിട്ടുള്ള കാര്യമാണ്. ബിഖിലാഫി തുആമി വശറാബ്, ഭക്ഷണപാനീയങ്ങൾ പോലെയല്ല. ഭക്ഷണപാനീയം നോമ്പല്ലാത്തപ്പോൾ എന്താണ്, അവന് കഴിക്കാം. ഫകാന ഇശാറത്തുൻ ഇലാ അന്ന മൻ ഇംതസല അംറല്ലാഹി ഫി ഇജ്തിനാബി തുആമി വശറാബി ഫി നഹാരി സൗമിഹി, അതിനൊരു സൂചനയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നോമ്പിന്റെ പകൽ ഭക്ഷണവും പാനീയവും ഒഴിവാക്കുന്നവൻ ഫലിയംതസിൽ അംറഹു ഫി ഇജ്തിനാബി അക്ലിൽ അംവാൽ ബിൽ ബാത്തിൽ, അവൻ എന്തും ചെയ്യണം, അന്യായമായിട്ട് ഭക്ഷിക്കുന്നത് അല്ലാത്ത സമയത്ത് അവൻ അനുസരിക്കണം. അതിനുള്ളൊരു സൂചനയാണ്. ഫൈനഹു മുഹറമൻ ബികുല്ലി ഹാലിൻ, അത് എല്ലാ അവസ്ഥയിലും എല്ലാ സാഹചര്യത്തിലും അത് ഹറാമാണ്. ലാ യുബാഹു ഫി കുല്ലി വഖ്തിൻ മിനൽ ഔഖാത്ത്, ഒരു സമയത്തിലും അത് അനുവദനീയമാക്കപ്പെടുന്നില്ല. വല്ലാഹു അലം. അപ്പോൾ നോമ്പുകാരന് ഇതൊക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത് ബാക്കിയുള്ള ഏതൊരു ഹറാമായ കാര്യവും ഒഴിവാക്കണം. ഖുർആനിൽ ഈ രണ്ട് തഹ്രീം ഈ ഒരു ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെ സൂചിപ്പിക്കുന്നു എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അറിയിക്കുകയാണ്. ഇനി ആ ഹദീസിൻ്റെ തന്നെ, നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഹദീസിൻ്റെ തന്നെ അവസാന ഭാഗമാണ് ഇബ്നു റജബ് വിശദീകരിക്കുന്നത്. വലിസ്സാഇമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്നുള്ളത്. അത് ഏതൊക്കെയാണ് സന്തോഷമെന്നും ആ നോമ്പിൻ്റെ ചില മഹത്വങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അസ്സായിമൂൻ അലാ ത്വബഖത്തൈൻ, നോമ്പുകാർ രണ്ട് ത്വബഖയിലായിട്ടുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ധാരാളം കാര്യങ്ങൾ, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിസാലയിൽ, ഈ ഒരു കിതാബിൻ്റെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങളിലായിട്ട് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.